അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത ക്ലാസ് മന്നത്ത് പത്മനാഭൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഡേ 47. ഓക്കെ, അപ്പോൾ സിലബസിൽ ഇതാ കൊടുത്തിട്ടുണ്ട് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്മിറ്റി ബോർഡ് LGS വെബ്കോ LDCയുടെ പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാതാണ്. നിങ്ങൾക്ക് വാട്സപ്പ് നോട്ട് ലഭിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. മന്നത്ത് പത്മനാഭൻ ജനിക്കുന്ന വർഷം 1878 ജനുവരി 2. ഓക്കെ, മന്നത്ത് പത്മനാഭൻ ജനിക്കുന്ന വർഷം ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 1878 ജനുവരി 2 മരിക്കുന്ന വർഷം 1970 ഫെബ്രുവരി 25 ഓർത്തേക്ക്. ജനിച്ച സ്ഥലം പെരുന്ന, ചങ്ങനാശ്ശേരി, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന സ്ഥലത്താണ്. അച്ഛൻ്റെ പേര് ഈശ്വരൻ നമ്പൂതിരി, അമ്മയുടെ പേര് പാർവതി അമ്മ, ഭാര്യയുടെ പേര് തോട്ടയ്ക്കാട് മാധവിയമ്മ. ഈ തോട്ടയ്ക്കാട് മാധവിയമ്മയുടെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് വരുന്ന ഭാഗത്ത് നോക്കാം. അതുകൊണ്ടാണ് ഈ ഭാര്യയുടെ പേര് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്. ഭാരത കേസരി എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന് ഭാരത കേസരി എന്ന ബഹുമതി നൽകിയ ഇന്ത്യൻ പ്രസിഡന്റാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വർഷം 1959. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭനാണ്. ഇദ്ദേഹത്തെ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചാരെന്ന് വെച്ചാൽ സർദാർ കെ മണിക്കർ. ഓക്കെ, ഇപ്പോൾ ഒത്തിരി പ്രത്യേകമുള്ള വ്യക്തിയാണ് ഈ സർദാർ കെ മണിക്കർ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. എന്നാലും മന്നത്ത് പത്മനാഭനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ജനിച്ച വർഷം 1878 ജനുവരി 2, മരണം 1970 ഫെബ്രുവരി 25. ജനനസ്ഥലം പെരുന്ന, ചങ്ങനാശ്ശേരി, കോട്ടയം. അച്ഛൻ്റെ പേര് ഈശ്വരൻ നമ്പൂതിരി, അമ്മയുടെ പേര് പാർവതി അമ്മ, ഭാര്യയുടെ പേര് തോട്ടയ്ക്കാട് മാധവിയമ്മ. ഭാരത കേസരി എന്നറിയപ്പെടുന്നു. മന്നത്തിന് ഭാരത കേസരി എന്ന ബഹുമതി നൽകിയ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വർഷം 1959. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭനെ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ മണിക്കറാണ്. കുട്ടിക്കാലത്ത് മന്നത്ത് പത്മനാഭനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയാണ് ഗോവിന്ദ പിള്ള. മന്നത്ത് പത്മനാഭൻ കാഞ്ഞിരപ്പള്ളി പ്രാഥമിക വിദ്യാലയത്തിൽ അധ്യാപകനായ വർഷം 1893. മന്നത്ത് പത്മനാഭന് അഡ്വക്കേറ്റ് ബിരുദം ലഭിച്ച വർഷം 1905. മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. വർഷം 1947. പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മുതുകുളം പ്രസംഗം. ഓക്കെ, അടുത്ത് ഉത്തരവാദിത്ത ഭരണത്തിനായി സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച മന്നത്തിൻ്റെ പ്രസംഗമായിരുന്നു മുതുകുളം പ്രസംഗം. താലികെട്ട് കല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റാണ് മന്നത്ത് പത്മനാഭൻ. EMS മന്ത്രിസഭയെ പിരിച്ചുവിടാൻ കാരണമായ 1959 വിമോചന സമരം നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഒന്നുകൂടെ നോക്കാം. കുട്ടിക്കാലത്ത് മന്നത്ത് പത്മനാഭനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയാണ് ഗോവിന്ദപിള്ള. മന്നത്ത് പത്മനാഭൻ കാഞ്ഞിരപ്പള്ളി പ്രാഥമിക വിദ്യാലയത്തിൽ അധ്യാപകനായ വർഷം 1893. മന്നത്ത് പത്മനാഭൻ അഡ്വക്കേറ്റ് ബിരുദം ലഭിച്ച വർഷം 1905. മുതുകുളം പ്രസംഗം നടത്തിയ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. വർഷം 1947. ഉത്തരവാദിത്ത ഭരണത്തിനായി സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചതായിരുന്നു മന്നത്തിൻ്റെ മുതുകുളം പ്രസംഗം. താലികെട്ട് കല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. EMS മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ 1959 വിമോചന സമരം നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, അടുത്ത വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ച നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി, കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ അറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭൻ നമ്മളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അടുത്ത മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ച സർദാർ കെ മണിക്കർ, അതും പറഞ്ഞു. BCCയിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, BBC ആണ്, BCC അല്ല, BBCയിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. വൈക്യസത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഈ സവർണജാഥ നയിക്കാൻ മന്നത്തിന് നിർദ്ദേശം നൽകിയ വ്യക്തിയാണ് ഗാന്ധിജി. സവർണജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. ശ്രദ്ധിക്കാം, വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. അതുപോലെ BBCയിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. വർഷം 1924. സവർണജാഥ നയിക്കുവാൻ മന്നത്തിന് നിർദ്ദേശം നൽകിയ വ്യക്തി ഗാന്ധിജിയും. സവർണജാഥ എവിടെ മുതൽ എവിടെ വരെ എന്ന് ചോദിച്ചാൽ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ്. വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കെന്ന് വെച്ചാൽ റാണി ലക്ഷ്മി ഭായിക്കാണ്.
ശ്രീമൂലം പ്രജാസഭയിൽ ഇദ്ദേഹം അംഗമായ മന്നത്ത് പത്മനാഭൻ അംഗമായ വർഷം 1921 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം 1949 നായർ സമാജം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. എൻ്റെ ദേവനും ദേവിയും NSS ആണ് എന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ്. മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നിങ്ങനെ അറിയപ്പെടുന്നത് സംഘടനയാണ് NSS. മന്നത്തിന് പത്മഭൂഷൺ ലഭിച്ച വർഷം 1966. മന്നത്ത് പത്മനാഭൻ INCയിൽ അംഗത്വം നേടിയ വർഷം 1947. കൊച്ചി ലെജിസ്ലേറ്റീവ് അംഗമായ ആദ്യ വനിതയാണ് തോട്ടയ്ക്കാട് മാധവിയമ്മ. അപ്പം നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞു തോട്ടയ്ക്കാട് മാധവിയമ്മയുടെ പ്രത്യേകത. ഓക്കെ, കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടയ്ക്കാട് മാധവിയമ്മ. അദ്ദേഹം തോട്ടയ്ക്കാട് മാധവിയമ്മ എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയാണ്. ഓക്കെ, അതുകൊണ്ട് ആ പോയിന്റ് പറയാൻ കാരണം. അടുത്ത്, മന്നത്തും R. ശങ്കറും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി 1950. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വൈക്കം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് റാണി ലക്ഷ്മിഭായിക്കാണ്. ശ്രീമൂലം പ്രജാസഭയിൽ മന്നത്ത് പത്മനാഭൻ അംഗമായ വർഷം 1921. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം 1949. നായർ സമാജം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. എൻ്റെ ദേവനും ദേവിയും NSS ആണെന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭൻ. മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നിങ്ങനെ അറിയപ്പെടുന്നത് NSS ആണ്. മന്നത്തിന് പത്മഭൂഷൺ ലഭിച്ച വർഷം 1966. INCയിൽ അംഗമായ വർഷം 1947. അംഗത്വം എടുത്ത വർഷം 1947. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത തോട്ടയ്ക്കാട് മാധവിയമ്മയാണ്. തോട്ടയ്ക്കാട് മാധവിയമ്മ മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയാണ്. മന്നത്തും R. ശങ്കറും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി 1950. R. ശങ്കറും മന്നത്തും ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. മന്നത്തിൻ്റെ ആത്മകഥ എൻ്റെ ജീവിത സ്മരണകൾ പലതവണ ചോദിച്ചിട്ടുള്ളത്. രചിച്ച വർഷം 1957. മന്നത്തിൻ്റെ പ്രധാന കൃതികളാണ് സ്നേഹലത, അത് നോവലാണ്. പഞ്ചകല്യാണി നിരൂപണം, ഞങ്ങളുടെ FMS യാത്ര. ഹിന്ദു മഹാമണ്ഡൽ രൂപീകരിച്ച നേതാക്കളാണ് R. ശങ്കറും മന്നത്ത് പത്മനാഭനും. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി K. കേളപ്പനുമാണ്. NSS സ്ഥാപിതമായത് 1914 ഒക്ടോബർ 31. ആസ്ഥാനം പെരുന്നയാണെന്ന് ഓർത്ത് വയ്ക്കുക. NSSന്റെ ആദ്യകാല നാമം നായർ വൃത്തിജന സംഘം. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് പരമപിള്ളയാണ് 1915. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. R. ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഹിന്ദു മഹാമണ്ഡലം. മന്നത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. രചിച്ച വർഷം 1957. പ്രധാന കൃതികളാണ് സ്നേഹലത, അത് നോവലാണ്. പഞ്ചകല്യാണി നിരൂപണം, ഞങ്ങളുടെ FMS യാത്ര. അടുത്ത്, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും. NSS സ്ഥാപിതമായത് 1914 ഒക്ടോബർ 31. ആസ്ഥാനം പെരുന്ന എന്നോർത്ത് വയ്ക്കാം. NSSന്റെ ആദ്യകാല നാമം നായർ വൃത്തിജന സംഘം. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് പരമപിള്ള 1915. നായർ വൃത്തിജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് K. കണ്ണൻ നായരാണ്. NSSന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനും പ്രസിഡന്റ് K. കേളപ്പനാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് NSS. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചോളൂ. NSSന്റെ ആദ്യ സെക്രട്ടറിയാണ് മന്നത്തെന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പഠിച്ചോണം കേട്ടോ. പ്രസിഡന്റ് K. കേളപ്പനാണ്. NSSന്റെ മുഖപത്രമാണ് സർവീസസ്. 1919 പുറത്തിറങ്ങുന്നത്. കറുകച്ചാലിൽ നിന്നാണെന്ന് ഓർത്തുവയ്ക്കുക. NSSന്റെ ആദ്യ കരയോഗം നടന്നത് തട്ട, അത് പന്തളത്താണ്, 1929. 1929 എന്ന് കേൾക്കുമ്പോൾ VT പട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പുറത്തിറങ്ങിയ വർഷം 1929. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, NSS രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 1925. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് കറുകച്ചാൽ. ആദ്യ ഹെഡ് മാസ്റ്റർ K. കേളപ്പനാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. NSSന്റെ ആദ്യ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് പെരുന്ന. NSSന്റെ ഭവന സന്ദർശന വേളയിൽ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗീതമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം എഴുതിയത് പന്തളം KP രാമപിള്ളയാണ്. വിമോചന സമരം നടന്ന വർഷം 1959 ജൂൺ 12 എന്ന് ഓർത്ത് വയ്ക്കാം. 1959 ജൂൺ 12. ഓക്കെ, ഇപ്പോൾ ഇങ്ങോട്ട് നോക്കാം. നായർ വൃത്തിജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കണ്ണൻ നായരാണ്, K. കണ്ണൻ നായർ. NSSന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ, പ്രസിഡന്റ് K. കേളപ്പൻ എന്ന് ഓർത്ത് വയ്ക്കാം. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് NSS. ഓക്കെ, NSSന്റെ മുഖപത്രം സർവീസസ്. 1919 കറുകച്ചാലിൽ നിന്ന്. NSSന്റെ ആദ്യ കരയോഗം നടന്നത് തട്ട, പന്തളം, 1929. NSS രജിസ്റ്റർ ചെയ്യപ്പെട്ട വർഷം 1925. NSSന്റെ ആദ്യ സ്കൂൾ എവിടെയാണ് സ്ഥാപിച്ചത്? കറുകച്ചാൽ. ആദ്യ ഹെഡ് മാസ്റ്റർ K. കേളപ്പൻ. NSSന്റെ ആദ്യ കോളേജ്
പെരുന്നയിലാണെന്ന് ഓർത്തിക്കുക. NSSന്റെ ഭവന സന്ദർശനത്തിന് വേണ്ടി പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗീതമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. അഖിലാണ്ട മണ്ഡലം എഴുതിയത് പന്തളം KP രാമപിള്ളയാണ്. വിമോചന സമരം നടന്ന വർഷം 1959 ജൂൺ 12. ഓക്കെ, അടുത്ത മന്നത്തിനെ ആദരിച്ച് പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1989. മന്നം സമാധി എവിടെ നിന്ന് വെച്ചാൽ പെരുന്നയാണെന്ന് ഓർത്തിക്കുക. മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന പെരുന്ന, ഓക്കെ, ചങ്ങനാശ്ശേരി. രണ്ടും ഒന്നിനാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മന്നത്ത് പത്മനാഭൻ ദി റിവൈവൽ ഓഫ് നായേഴ്സ് ഇൻ കേരള എന്ന പുസ്തകം രചിച്ചത് V ബാലകൃഷ്ണനും ലീലാദേവിയും കൂടെ. കേരള ഗവൺമെൻറ് മന്നം ജയന്തി ജനുവരി 2 പൊതു അവധിയായി പ്രഖ്യാപിച്ച വർഷം 2014. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. മന്നത്തിനെ ആദരിച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 1989. മന്നം സമാധി സ്ഥിതി ചെയ്യുന്ന പെരുന്ന ചങ്ങനാശ്ശേരി എന്ന് ഓർത്ത് വയ്ക്കാം. മന്നത്ത് പത്മനാഭൻ ആൻഡ് ദി റിവൈവൽ ഓഫ് നായേഴ്സ് ഇൻ കേരള എന്ന പുസ്തകം രചിച്ചത് V ബാലകൃഷ്ണനും ലീലാദേവിയുമാണ്. കേരള ഗവൺമെൻറ് മന്നം ജയന്തി ജനുവരി 2 പൊതു അവധിയായി പ്രഖ്യാപിച്ച വർഷം 2014. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.